പ്രഥമ ബെസേലിയസ് ശ്രേഷ്ഠ പുരസ്കാരം ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിക്ക് സമ്മാനിച്ചു. കോട്ടയം ബെസേലിയസ് കോളേജ് പേട്രൺ സെയിൻസ് ഡേ സമ്മേളനത്തിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ബെസേലിയസ് കോളേജിനെ സ്വയംഭരണ സ്ഥാപനമെന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ഇതോടൊപ്പം നടന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുൻ കാത്തോലിക്ക പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ 62ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ബാവ നാമധേയത്തിലുള്ള കോട്ടയം ബെസേലിയസ് കോളേജിൽ നടന്ന പേട്രൺസ് ഡേ സമ്മേളനത്തിലാണ് പ്രഥമ ബെസേലിയസ് ശ്രേഷ്ഠ പുരസ്കാരം സമർപ്പണവും നടന്നത്. കോട്ടയം ബെസേലിയസ് കോളേജ് പേട്രൺ സെയിൻസ് ഡേ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പ്രതിഭ നിറഞ്ഞ മനസ്സിന്റെ ചലനമാണ് സൃഷ്ടികളായും ആവിഷ്കാരങ്ങളായും മാറുന്നതെന്ന് കാത്തോലിക്ക ബാവ പറഞ്ഞു. അനേക സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ സഭയ്ക്കും സമൂഹത്തിനും പ്രചോദനവും പ്രോത്സാഹനവും ആവേശവും നൽകുന്നതായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മെ സാക്ഷിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും സ്നേഹത്തിനും വേണ്ടി എന്നും നിലകൊണ്ടതായ പരിശുദ്ധ ബാവാതിന് വേണ്ടി അത് സമൂഹത്തിന് യാഥാർത്ഥ്യമാകണമെന്നുള്ളത് അതിനുവേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കണമെന്ന് ആഗ്രഹിച്ച പിതാവാണ്. ചലച്ചിത്ര സംവിധായകൻ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജു തോമസ്, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ പി ജ്യോതിമോൾ, ഡോക്ടർ അന്നമ്മ കുര്യൻ, ഡോക്ടർ പി ആരഭി, ജിൻഡു ജേക്കബ് ഫിലിപ്പ്, അമിത് മാത്യു തോമസ്, ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബെസേലിയസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജു തോമസ്, പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു ജോൺസ്, ബെസേലിയസ് കോളേജ് ബർസാർ ഡോക്ടർ ആനി ചെറിയാൻ, ബോട്ടണി വിഭാഗം അധ്യാപിക ഡോക്ടർ ഗീത ലക്ഷ്മി, ഓഫീസ് സൂപ്രണ്ട് സണ്ണി വർഗീസ്, കാത്തോലിക്കേറ്റ് കോളേജ് ഓഫീസ് സീനിയർ സൂപ്രണ്ട് റെജി കുഞ്ചാക്കോ എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.